വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി. മനുഷ്യൻ തൻ്റെ ചുറ്റിലും നല്ലപോലെ നിരീക്ഷിച്ചാൽ പ്രകൃതി തരുന്ന പാഠങ്ങൾ എളുപ്പത്തിൽ പഠിക്കാം. വൃക്ഷങ്ങളിൽ നിന്ന് തുടങ്ങാം. ഒരു വലിയ ആൽമരത്തിൻ്റെ വിത്ത് വളരെ ചെറുതാണ്. ആ ചെറിയ വിത്തിൽ ആൽവൃക്ഷമായി മാറുവാനുള്ള എല്ലാ ഘടകങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ മനുഷ്യനിലും ഒരു മഹാത്മാവായി തീരുവാനുള്ള കഴിവുകൾ വിത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി അവയെ വേണ്ട പോലെ പോഷിപ്പിച്ചാൽ നമ്മുടെ ജീവിതം നമുക്ക് എത്രയും ശ്രേഷ്ഠമാക്കാം. ചൂണ്ടയിൽ കുരുങ്ങി പിടഞ്ഞു മരിക്കുന്ന മത്സ്യത്തിനെ കണ്ടിട്ടില്ലേ? എത്രയോ ദിവസം ജലാശയത്തിൽ ആ മീനിന് സുഖമായി ജീവിക്കാമായിരുന്നു. ചൂണ്ടയുടെ അറ്റത്ത് അല്പമായ ആഹാരശകലം കണ്ട് അത് തിന്നുവാൻ ഓടി വന്നപ്പോഴാണ് മീൻ ചൂണ്ടയിൽ കുരുങ്ങിയത്. നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ വലിയ ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്ന വലിയ പാഠമാണ് മത്സ്യം നമുക്ക് തരുന്നത്. ആധുനിക കാലത്ത് കണ്ടതെല്ലാം വാരി തിന്ന് പല രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്നവർ നിരവധിയാണ്. ഈയാംപാറ്റകൾ അഗ്നി കാണുമ്പോൾ അതിൻ്റെ ചുറ്റും പറന്നു നടന്ന് തീയിൽ വീണ് മരിക്കുന്നത് കാണാം. തീ കാണുമ്പോൾ അതെന്തോ നല്ല വസ്തുവാണ് എന്ന് മോഹിച്ച് ഈയാംപാറ്റകൾ അതിൽ വീണ് മരിക്കുന്നു. പലതരം നിസ്സാരമായ പ്രലോഭനങ്ങളിൽപ്പെട്ട് ജീവിതം നശിക്കുന്ന നിരവധി പേരെ നമുക്ക് ചുറ്റും കാണാം. തേനീച്ച ഒരുപാട് പ്രയത്നിച്ചാണ് പല പുഷ്പങ്ങളിൽ നിന്ന് കുറേശ്ശെ തേനെടുത്ത് തേനറകളിൽ തേൻ സംഭരിച്ചു വയ്ക്കുന്നത്. തേനെടുക്കുന്ന ആൾ വന്ന് തേനീച്ചകളെ നശിപ്പിച്ച് തേൻ കൊണ്ടുപോകുന്നത് കാണാം. ഇത് ശ്രദ്ധിച്ചാൽ ഇതും നമുക്ക് പ്രകൃതി തരുന്ന പാഠമായി എടുക്കാം. ധാരാളം ധനം കൂട്ടിവെച്ചാൽ അവയെല്ലാം പല കാരണത്താൽ നശിച്ചു പോകുമെന്ന് ഓർക്കുക. ധനം സ്വന്തമായി ഉപയോഗിക്കുകയോ ധാർമ്മികമായ കാര്യങ്ങൾക്ക് ചെലവാക്കുകയോ ആണ് വേണ്ടത്. സൂര്യനെ നാം ദിവസേന കാണുന്നു. തൻ്റെ ഉള്ളിലുള്ള ഊർജവും പ്രകാശവും എല്ലാം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുകയാണ് സൂര്യൻ. നമ്മുടെ കയ്യിലുള്ളത് ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ നോക്കാതെ ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് നാം വേണ്ടത് എന്ന് സൂര്യനിൽ നിന്ന് പഠിക്കാം. നാം ദിവസവും ഭൂമിയെ കാണുന്നു. മനുഷ്യൻ മണ്ണിൽ കുഴിക്കുന്നു, മണ്ണിനെ വെട്ടിക്കീറുന്നു, മണ്ണിലേക്കെല്ലാം വലിച്ചെറിയുന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഭൂമി സർവം സഹയായി എല്ലാം ക്ഷമിക്കുന്നു. നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ഗുണമാണ് ക്ഷമ. അശക്തന്മാർക്ക് ബലം ക്ഷമയാണ്. ശക്തന്മാർക്ക് ക്ഷമ ഒരു ഭൂഷണവുമാണ്. ക്ഷമയ്ക്ക് യാതൊരു പരിധിയും ഇല്ല എന്നോർക്കുക. ഇനി ആനയെ നോക്കൂ. കാട്ടിലാണ് ആനയ്ക്ക് സുഖം. കാട്ടിലെ കൊമ്പനാനയെ പിടിക്കുവാൻ വേണ്ടി ഒരു കുഴി ഉണ്ടാക്കും. കുഴി ഉണ്ട് എന്നറിയാതിരിക്കാൻ ഇലകളും മറ്റും വെച്ച് വാരിക്കുഴി മൂടി വയ്ക്കും. അതിന് സമീപത്ത് ഒരു പിടിയാനയെ നിർത്തും. പിടിയാനയുടെ അടുത്ത് വന്ന് തൊട്ടുരുമ്മി നിൽക്കാൻ വേണ്ടി പാവം കൊമ്പൻ ഓടി വരും. അപ്പോഴാണ് വാരിക്കുഴിയിൽ വീഴുന്നത്. ആനയെ പിടിക്കാൻ കാത്തു നിൽക്കുന്നവർ കയർ, ചങ്ങല എന്നിവ ഉപയോഗിച്ച് കൊമ്പനാനയെ പിടിച്ചു ബന്ധിക്കും. ഇന്ന് പ്രലോഭനങ്ങളിൽ പലരും കുടുങ്ങിപ്പോകുന്നത് കാണാം. നിതാന്ത ജാഗ്രതയാണ് നമുക്ക് ആവശ്യം. പുഴകളെയും സമുദ്രത്തെയും നോക്കിയാൽ പാഠങ്ങൾ പലതാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി പുഴ സമുദ്രത്തിലേക്ക് കുതിച്ചു പായുന്നത് കാണാം. മനുഷ്യൻ്റെ നാഥനാണ് ഈശ്വരൻ. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമായിരിക്കണം. എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റി അനുനിമിഷം ഈശ്വരനിൽ എത്തിച്ചേരാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. സമുദ്രം ഗാംഭീര്യം മുതലായ ഗുണങ്ങളുള്ളതാണ്. മനുഷ്യന് ചേർന്ന നിരവധി ഗുണങ്ങളാൽ നമ്മൾ സമുദ്രം പോലെ വിശിഷ്ടരത്നങ്ങൾ നിറഞ്ഞവരും ആഴവും പരപ്പുമുള്ള മനസ്സുള്ളവരും ആവണം എന്ന് സമുദ്രം പഠിപ്പിക്കുന്നു. വൃക്ഷത്തെപ്പറ്റി ഒന്നുകൂടി ചിന്തിക്കാം. വൃക്ഷത്തിൻ്റെ തടി, ഇല, പൂവ്, കായ, വേര് ഇവയെല്ലാം പരോപകാരത്തിനായി ഭവിക്കുന്നു. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ എന്ന പാഠവും വൃക്ഷമാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെ പ്രകൃതി നമുക്ക് തരുന്ന പാഠങ്ങൾ നിരവധിയാണ്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി.